നമ്മൾ ഈ ഷിപ്പിൽ കയറിയത് മൂന്നാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ ഷിപ്പ് മെക്സിക്കൻ പോർട്ടിലെത്തിയായിരുന്നു. കൊസുമൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ റെഡിയായി എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയേ. ഇവിടെ ബഫേ ഉണ്ട്, പിന്നെ അപ്പുറത്ത് ഓംലെറ്റ് ഒക്കെ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കും. സുഡുസുറ ഓംലെറ്റ്. ഹായ് ഗൈസ്, എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? നമ്മുടെ ബഫേ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മളിതാ ഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങിയേ. മറ്റേ നേരത്തെ വന്ന റോയൽ കരീബിനാണ്. ഞങ്ങൾ ഇറങ്ങി. ഇവിടെ അടിപൊളി വെതർ അല്ലേ? നല്ല വെതർ. ചെറിയൊരു തണുപ്പുണ്ടോന്ന് ചൂടില്ല. വെള്ളം നോക്ക്, നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഈ ഷിപ്പിന്റെ മുന്നിൽ ഞങ്ങളുടെ ഷിപ്പ് കാണോ? നമ്മൾ ഈ സൈഡിലാണോ? നമുക്ക് ഷിപ്പിന്റെ മുന്നിൽ ക്രൂസിന്റെ സംസ്ഥാന സമ്മേളനം. മങ്കമാർ മന്ദം നടന്നു വരുന്നു. മങ്കമാർ അല്ല ഗൈസ്, ഞങ്ങൾ കോസ്മലിലെത്തി. നമ്മുടെ ഷിപ്പ് പുറകിലുണ്ട്. കോസുമൽ മെക്സിക്കോ. ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ പുതുമയായിട്ട് തോന്നില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 2 വർഷമായിട്ടുള്ള ഞാൻ വന്നൊരു പുതുമയുണ്ട്. അതെ, പിന്നെ ഈ അലവലാദീസിന്റെ കൂടെ വന്നത് കൊണ്ട് അതിന്റെ ഒരു പുതുമ വളരെ വളരെ കൂടുതലാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം കഴിച്ചു. ഞാൻ ആദ്യമായിട്ടാണ്. നല്ല ഭംഗിയുണ്ട്. ഞങ്ങളുടെ ഗേൾസ് ട്രിപ്പ് ഇങ്ങനെ വിപുലീകരിച്ചു. ഇപ്രാവശ്യം സെക്കൻഡ് ട്രിപ്പ് ഞങ്ങൾ ഇന്റർനാഷണൽ ആക്കി. ഇത് ഡ്യൂട്ടി ഫ്രീ കടയാണ്. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഡ്യൂട്ടി ഫ്രീ കടയുണ്ട്. അതിൽ വാങ്ങിക്കണേ വാങ്ങിച്ചോളൂ. നല്ല തണലുണ്ട്. ആർക്കെങ്കിലും തൊപ്പിയാണെങ്കിൽ വാങ്ങിച്ചോളൂ. ആക്രാന്തം പാടില്ല സെൻസി. 20,000 ട്രീസാമ ഇപ്പൊ ഇതൊക്കെ വാങ്ങിക്കുന്നതാണ്. 2 അങ്ങോട്ട് വാങ്ങിക്കുന്നത്. കണ്ണൂരോടൊക്കെ ഓല എന്ന് പറയണം. കൂടെ പോരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓല എന്ന് പറഞ്ഞാൽ ഹലോ അല്ലേ? ഓല എന്ന് പറഞ്ഞാൽ ഹലോ അല്ലേ? ഹായ്. കണ്ണൂരൊക്കെ ഞങ്ങൾ ഇനി ഓല പറയണേ. ആ ചേട്ടൻ ഞാൻ ആ ചേട്ടനോട് ഓല പറയണേ. ഓല എന്താണോ? ഗുഡ് മോർണിംഗ് ആണോ? പെട്ടെന്ന് വയ്ക്കാൻ നമുക്കിവിടെ വൈകിട്ട് 3:30 വരെയാണ് ടൈമുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് കുറേ എക്സ്കർഷൻസ് ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. ഷിപ്പിൽ നിന്ന് തന്നെ ഒരുപാട് എക്സ്കർഷൻസ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുന്നിടത്ത് തന്നെ വണ്ടി വന്നിട്ട് അവർ നമ്മൾ പിക്ക് ചെയ്തിട്ട് ഓരോ ലൊക്കേഷനിലോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ എന്തൊക്കെയോ കാരണങ്ങളാൽ ഇങ്ങനെ ഡിലേ ചെയ്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും 8 പേരുടെ കാര്യങ്ങളൊന്നും അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ അവൈലബിലിറ്റി ഉള്ളതൊന്നും ഞങ്ങൾക്ക് അത്ര പിടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ എക്സ്കർഷൻസ് ഒന്നും ബുക്ക് ചെയ്യാണ്ട് അവിടെ കണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇവിടെ ക്യാബ് ഒന്നും എടുത്ത് പോകുന്നതൊന്നും അത്ര സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്ത് അവിടുന്ന് ക്യാബ് എടുക്കാണ്ട് നമുക്ക് നടന്നും ബീച്ചിലൊക്കെ പോകാമെന്ന് കണ്ടു. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. എന്റെ ഫോൺ നോക്കി കഴിഞ്ഞാൽ വഴി കിട്ടും. നമ്മൾ ബീച്ചിലോട്ട് പോകണം. നമ്മളിപ്പോ ഇതിന്റെ വണ്ടി പറയുന്നത് സൈക്കിളല്ല, ഒരു എന്തോ ഒരു തരം വണ്ടി. ഞങ്ങൾ കുതിരവണ്ടി പോലെ, പക്ഷെ കുതിരയില്ല, മോട്ടറുണ്ട്. അപ്പൊ ഞങ്ങള് 100 വില പേശി $100, 8 പേർക്ക് $100. അപ്പൊ ഞങ്ങൾ 1.5 മണിക്കൂർ കറക്കാൻ കൊണ്ടുപോകും. അപ്പൊ ഞങ്ങളിവിടെ കൊസുമൽ കറങ്ങാൻ പോവാം. ബീച്ചിലും കൊണ്ടുപോകും. ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചു. നല്ല ചൂടുണ്ട്. കടകൾ അതാ അയാളോട് ചോദിക്കാം. പോട്ടമായ. ഹായ്
കൊസുമലിലെ ബസ്, മെക്സിക്കോയിലെ ബസ് നമ്മുടെ നാട് പോലെ ഇരിക്കുന്നല്ലേ. ഇവിടുത്തെ മരങ്ങളൊക്കെ കാണിക്കാമോ? നോക്ക്, നമ്മുടെ നാട് പോലെ. എനിക്ക് ഇവിടെ എത്തിയപ്പോ നമ്മള് കൊച്ചി എയർപോർട്ടിന് പുറത്തിറങ്ങില്ലേ, അതേപോലെ ഒരു ഫീല്. വേർക്കുന്നുണ്ട്. പിന്നെ പുറത്തുള്ള കടകളും അതൊക്കെ ഒരു നമ്മുടെ നാട്ടിലെ ഒരു ലുക്ക്, കൊറേ അടിപൊളി, അങ്ങനെ ഒരു നല്ല രസമുണ്ട്. ഇപ്പൊ ഒരു കാറ്റൊക്കെ ഉണ്ട്, നല്ല വെതർ. വലിയ പിന്നെ പുറത്തുള്ള നമ്മൾ ബീച്ചിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വണ്ടി നമ്മുടെ കണ്ണിൽ പെട്ടത്. അങ്ങനെ പോയി സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ നമ്മളെ ഒരു 1.5 മണിക്കൂർ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും ഇതിൽ ഫിറ്റ് ആവുകയും ചെയ്യും. നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ ഇയാൾ. ഒരു ടൂർ ഗൈഡാണ്. അയാളുടെ പേര് വേറെന്തോ ആണ്, പക്ഷെ ഞങ്ങൾ അവരെ വിന്നി എന്നാണ് വിളിച്ചിരുന്നത്. പുള്ളിയുടെ പേര് പറയാൻ കുറേ ശ്രമിച്ചു, പക്ഷെ നമുക്കൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. നമ്മുടെ ക്രൂസ് ഷിപ്പ് കണ്ടോ, കാർണിവലിന്റെ വാല്, കുതിരവണ്ടി തിരിച്ചു വരുമ്പോഴേക്കാം. കൊച്ചു കടകളൊക്കെ നല്ല രസമുണ്ട്. എനിക്കാണ് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ പേരെന്താ? വിനി. നല്ല ബീച്ചാണ്. നമ്മുടെ അവിടുത്തെ ക്രൂസിലെ Venga, fuerte los aplausos con Tormenta Infantil 2025. Melody. നമുക്ക് എന്ത് ഭംഗിയല്ലേ ഈ ബീച്ച് കാണാൻ. ഒരു ടർക്കോയിസ് ബ്ലൂ കളറൊക്കെ. പിന്നെ കുറേയൊക്കെ ഇവിടുത്തെ വെതറും പിന്നെ മരങ്ങളും സാധനങ്ങളൊക്കെ കാണുമ്പോൾ നാട്ടിലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നേ. ഇവിടെയുള്ള ഒരു എക്സ്കർഷൻ ആയിരുന്നേ ഈ ഡോൾഫിൻ്റെ കൂടെയുള്ള ഇൻട്രാക്ഷൻ. അതിവിടെയാണ് നടക്കുന്നത്. ഞങ്ങളുടെ ഡ്രൈവറിന്റെ പേര് പുള്ളി ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങള് വിന്നിന്നാണ് ഞങ്ങൾ കേട്ടത്. ഞങ്ങള് വിന്നിന്ന് വിളിക്കാൻ തീരുമാനിച്ചു. കാരണം പല പ്രാവശ്യം ചോദിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണം. അപ്പൊ ഞങ്ങളുടെ പേര് വിന്നിന്ന് ഇട്ടു. പുള്ളി അതിന് സന്തുഷ്ടനാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ വിന്നി നമ്മളോട് പറഞ്ഞു ഈ ഐലൻഡ് കോസുമൽ, മെക്സിക്കോ, ഇതിന് ചുറ്റും കോറൽ റീഫാണ്. Mayan jungle. Snakes? Oh, I don't want snake. White snakes. Oh my god. Oh no. We don't know. Mayan jungle. Mayan jungle പറ്റി നിഷ എന്താണ് അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം. പാമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അതന്നെ പറമ്പൊക്കെ. ഒരു വീട് നോക്ക്. വിന്നി, is it a house? Like the original house. Oh, old house. Old house. Before there were very few people here, they lived like. പക്ഷെ ഇതിപ്പോ നമ്മുടെ നാട്ടിലൊരു പറമ്പില്ല. എല്ലാവരും എന്ത് പറഞ്ഞാലും കൊട്ടാരാണ്. Hola. Vinny, we have an old lady here, so be careful. ഇതൊടുത്ത് പാലസ് ആണെന്നാണ് വിന്നി പറഞ്ഞത്. പക്ഷെ രാധുവിന് അത് അത്ര വിശ്വാസമായിട്ടില്ല. വിശ്വസിക്കുന്നില്ല. നമ്മളൊക്കെ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടന്മാരുടെ മെക്സിക്കൻ കൊട്ടാരമാണ്. മെക്സിക്കൻ കൊട്ടാരമാണ് ഗൈസ് ഈ ബാക്കിൽ കാണുന്നത്. പക്ഷെ ഇവർക്കൊന്നും വിശ്വാസമില്ല ഇത് കൊട്ടാരമാണ്. എനിക്ക് വിന്നി പറയുന്നത് എന്തും വിശ്വാസമാണ്. ഇത് പാലസാണ് വിന്നി പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. നോക്കട്ടെ, this is Kongani poo. What do you call this? Flower. Kongani poo. Language also same name, Kongani. Kongani poo. Name of the flower. The expensive house ana. Oh, rich people ആണ് ഇവിടെ. $200,000. Okay.
ഇപ്പൊ നമ്മൾ പഠിച്ചാണ് ആൾട്ടോ എന്ന് പറഞ്ഞ സ്റ്റാർട്ട് എന്തുവാ? ഞങ്ങളുടെ ഒക്കെ പിള്ളേര് സ്പാനിഷ് പഠിക്കുന്നുണ്ട്, പക്ഷെ അപ്പൊ ഞങ്ങൾ പഠിച്ചില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങള് നാട്ടിലെ പട്ടിയും അമേരിക്കയിലെ പട്ടിയൊക്കെ മെക്സിക്കോയിലെ പട്ടിയൊക്കെ സെയിം ആണ് കുട്ടി. അമേരിക്കയിലെ പട്ടിക്ക് വേറെ ഒരു സ്പാനിഷ് വേർഡ് പറയൂ. പാപ്പി എന്താ? അല്ല, അയ്യോ, ഞാൻ പറയട്ടെ ഒരു വേർഡ്. കോഴി. ചിക്കൻ ആണ്. കോയോ പോയി കോഴിയല്ല, കോഴി. സോറി, കോഴി മലയാളത്തിലായിരുന്നു. പോയോ എന്ന് പറഞ്ഞാലാണ് കോഴി. അല്ല, കോഴി. ഞാൻ തെറ്റിദ്ധരിച്ചു. ഫാദർ. ട്രീസയ്ക്ക് ഒരു സ്പാനിഷ് വേർഡ് പറയൂ. അതാണോ ആകെ കണ്ടുപിടിച്ചത്? ഇയാളൊരു സ്മോൾ ടൗൺ ഇങ്ങനെ കറക്കിയിട്ട് നമ്മൾ ഈ ലോക്കൽ ജീവിതം സ്പീഡിൽ ഇറങ്ങി ഓടാൻ ആർക്കൊക്കെ ഞങ്ങളുടെ വ്ളോഗ്സിനെ പ്രോത്സാഹിപ്പിക്കാത്ത കുറെ കൂട്ടുകാർ ഇവിടെ ഞങ്ങളുടെ കൂടെ 1 സെക്കൻഡ്, ഇവിടെ ഞങ്ങളുടെ കൂടെ ഹോട്ടി വന്നിട്ടുണ്ട്. നടുക്ക് ഇരിക്കുന്ന ഹോട്ടി പിങ്ക് കളർ ഇട്ടത്, ആ പിങ്കിട്ട കുട്ടി. പക്ഷെ വായ തുറന്ന ദുരന്തം. ആ ഹോട്ടിക്ക് ഒരു സംശയമുണ്ട്, നമ്മുടെ ഡ്രൈവറിന് ഹോട്ടിന് ഇഷ്ടപ്പെട്ടു. അപ്പോ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഹോട്ടിക്ക് പേടി. അയാൾ നമ്മൾ എവിടെ കൊണ്ടുപോകണം, അയാൾ നമ്മൾ എവിടെ കൊണ്ടുപോകണം. അയാൾ എവിടെയെങ്കിലും കൊണ്ടായാലും നമ്മൾ 8 പേരുണ്ട്. അയാളുടെ എലുമ്പ് പോലെ ഇരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല, പക്ഷെ ഹോട്ടിക്ക് പേടി. പെട്ടിയോട്ടോ തേങ്ങ ഏത് വഴി? സെയിന്റ് മൈക്കിളിന്റെ പള്ളി, മിഖായൽ. സംസാര. അമേരിക്കയിലുണ്ടോ സ്വിഫ്റ്റ് കാറ്? സ്വിഫ്റ്റ് അല്ല, ഇതല്ലേ സ്വിഫ്റ്റ്? നാട്ടിലെ സ്വിഫ്റ്റ്. നോക്കട്ടെ സ്വിഫ്റ്റ് ആണോ? സുസുക്കി സണ്ണി. സോറി, സണ്ണി അല്ല, സ്വിഫ്റ്റ്. സുസുക്കി സ്വിഫ്റ്റ്. ഡാർക്ക് ബ്ലൂ അവിടെ അത്ര കോറലീസ് അവിടെ നേരെ സേഫ്. 1.5 മണിക്കൂറിന് പോയ നമ്മൾ 2-3 മണിക്കൂർ എടുത്തു തിരിച്ചെത്താനായിട്ട്. പക്ഷെ പുള്ളി നല്ലൊരു മനുഷ്യനായിരുന്നേ. നമ്മുടെ ഒന്നും എക്സ്ട്രാ കാശൊന്നും ചോദിച്ചില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞു തന്നെ കൊടുത്തായിരുന്നു പുള്ളിക്ക്. ഇതാണ് നമ്മൾ പോയ വണ്ടി. മാംഗോ കുഴപ്പമില്ല, എന്തോ ഒരു ഫ്ലേവർ ഉണ്ട്. പറയാം. എനിക്ക് കഴിച്ചു വെച്ചോന്നും ഇഷ്ടം. ആദ്യം കഴിച്ചത് ഇഷ്ടമല്ല, പക്ഷെ കഴിച്ചു വെച്ചോന്നും ഇഷ്ടമായി. നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് ക്രൂസിലോട്ട് കയറാം, ഷിപ്പിലോട്ട് കയറാം. എത്ര ഷിപ്പാ നിൽക്കണൊക്കെ? എത്ര എണ്ണം? നമ്മുടെ ഷിപ്പ് ഇതാണ്. ക്ഷീണിച്ചൊരു പരിപാടി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. 2-2:30 ഞങ്ങളിനി പോയി ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഞങ്ങളിത് കയറിയപ്പോൾ നമ്മൾ സ്പ്ലിറ്റായിപ്പോയി. അത് കാരണം പകുതി പേര് റൂമിൽ പോയി. ഞങ്ങൾ റൂമിൽ പോകാണ്ട് ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഇങ്ങനെയുണ്ട് കൊസുമ്പൽ. നമ്മുടെ നാട് പോലെ ഇരിക്കുന്നല്ലേ? നാട് ഒരുപാട് ഇഷ്ടം.